കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പം എല്ലാവരും വരൂ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തു നിൽക്കണ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നോക്കണ്ടേ. നമുക്ക് പോയി നോക്കാം. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. നമുക്ക് അതിനിടയ്ക്കായിട്ട് അങ്ങനെ പോവാം. ആ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അതിനുശേഷം അത്തിമര ഗണപതിയെ ഒന്ന് കണ്ട് തൊഴുത് ആ കിഴക്കേ നടയിൽ കൂടെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ അകത്തേക്ക് പോകുന്ന ആദ്യം തന്നെ നമുക്ക് കാണാം, കൊടിമരം കാണാം. അതിൻ്റെ മുന്നിലുള്ള നേരെ വലിയ ബലിക്കല്ല് കാണാം. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ കേശവൻ്റെ 2 കൊമ്പുകൾ കെട്ടിച്ച കൊമ്പുകൾ കാണാം, സ്വർണം കെട്ടിച്ച കൊമ്പുകൾ. അതിന് നടുക്കായിട്ട് ആ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം കാണാം. അതും കണ്ട് ഇങ്ങനെ നമ്മൾ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ട് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ നല്ല തിളക്ക, ആകെ തിളങ്ങാണ് ശ്രീലകം മുഴുവൻ. എന്താ വെച്ചാൽ ഈ സ്വർണത്തിൻ്റെ അതേപോലെ ആ നെയ്വിളക്കിൻ്റെ ആ പ്രഭയിൽ ഇങ്ങനെ സ്വർണ്ണങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങാണ്. പിന്നെ മഞ്ഞ കളറല്ലേ കളഭം, അതും മഞ്ഞയും ചുവപ്പായിട്ടുള്ള കളഭം ഇങ്ങനെ, അത് നല്ല രസമല്ലേ. ഭഗവാന്റെ കാൽപാദങ്ങൾ കാണാണ്ട്, അങ്ങനെ കാൽവളകൾ കാണാണ്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഗോപന്മാരെടുക്കണ പോലെ. അങ്ങനെ നല്ല മേലേക്കുണ്ട്. അതൊക്കെ വീതി കസവ് പോലെയാണ്, നന്നായിട്ടുണ്ട്. അതേപോലെ ആ അരമണി ഒക്കെ കാണാണ്ട്, അരമണി ഇങ്ങനെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് കാണാണ്ട് മുകളിലേക്ക് നോക്കിയാൽ ഒരു കഴുത്തിലൊരു വളയം പോലത്തെ മാല, ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കയ്യിലാണെങ്കിലോ 2 കൈ കൊണ്ടും കൂടിയിട്ട് ആ പൊന്നോടക്കുഴലിങ്ങനെ കാണുന്നു. പൊന്നോടക്കുഴലിങ്ങനെ വിളിക്കുകയാണ്. ആ വേണുഗോപാലനായിട്ടാണ്, ആ മുരളീധര സ്വരൂപത്തിലാണ് ഇന്നത്തെ ആ ഒരു കാഴ്ച. അങ്ങനെ നോക്കുമ്പോൾ ആ പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പീലി അങ്ങനെ 3 പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടിമാലകളുണ്ട്, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, വെളുത്ത പൂവും തെച്ചിയും തുളസിയും കൂടി ഉള്ളതും. അതേപോലെ തന്നെ വലിയ 2 ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാലകൾ എന്താ വെച്ചാൽ വെളുത്ത പൂവ് ആണ് കൂടുതൽ, പിന്നെ കുറച്ച് തെച്ചി തുളസി അതേപോലെ തന്നെയാണ്. അങ്ങനെ 2 ഉണ്ടമാലകളുണ്ട്, 2 തിരുമുടിമാലകളുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ നല്ല രസമായിട്ട് കാണാനുണ്ട്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകളുണ്ട്. അത് കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസിയാണ്. പിന്നെ ഒരു താമരമാലയുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണ് ഞങ്ങളുടെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ മനസ്സ് നേരെ എൻ്റെ കൂടെ ഇങ്ങനെ പോരുക ആ സോപാനപ്പടിയിലേക്ക്. അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുക, ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കണ്ട് ആ മനസ്സിലുള്ള എല്ലാ വ്യതകളും അവിടെ ഇറക്കി വയ്ക്കുക, അവിടെ ഇങ്ങോട്ട് പറയുക. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ധാരാളം കേൾക്കാം. അവിടെ ചെല്ലുമ്പോൾ മാത്രമല്ലേ തട്ടിയാക്കുക, ഇതാവുമ്പോൾ നമുക്ക് മനസ്സാണ് സഞ്ചരിക്കുന്നത്. ആ ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് നമ്മുടെ മനസ്സാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ മനസ്സ് അവിടെ എത്തിയ ഭഗവത് പാദത്തിൽ അങ്ങോട്ട് എത്തിയാൽ ആ ഭഗവാന്റെ ആ സമക്ഷത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. നന്നായിട്ട് ഉറക്കെ വിളിക്കുക, നാരായണ 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 എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച ആ ഭഗവത് പാദങ്ങളിൽ നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുക തന്നെ. എങ്ങനെ കാല് കുടഞ്ഞാലും നമ്മൾ വിടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആ ഭഗവാന്റെ ആ ഒരു സുരക്ഷിതത്വം നമ്മളിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ അവിടെ തൊഴുത് നേരെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത്, തിടപ്പള്ളി നോക്കി തൊഴുത്, അതേപോലെ ആ ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത്, സപ്തമാതാക്കളെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം.
അങ്ങനെ വന്ന് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അവിടെ അടുത്ത് വരുമ്പോഴോ അവിടെയൊക്കെ കുറച്ചൊക്കെ തിരക്കുണ്ട്. അങ്ങനെ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഗണേശനെ നോക്കാം. ഗണേശനെ നോക്കുമ്പോൾ എന്താ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയെണ്ണാണ്. മുഖം അങ്ങനെ നന്നായിട്ട് നല്ല തേജസ്സായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞിട്ടുണ്ട് ചന്ദനം കൊണ്ട്. നല്ല കളഭം കൊണ്ടുള്ള ചാർത്തുമുണ്ട്. നല്ല രസമായിട്ടുണ്ട്. നല്ലൊരു പട്ട് ഇങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്, പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, മഞ്ഞ പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. ഗണേശൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ അനുഗ്രഹം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് നമ്മൾ സരസ്വതി അറയിലേക്ക് നോക്കുക. അപ്പോൾ ആ കിടാവിളക്ക് കത്തി നിൽക്കണ ആ ഫോട്ടോയിലിൻ്റെ മുകളിൽ 2 തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഇനിയിപ്പോൾ നവരാത്രിക്കാലമായി, അതിൻ്റെ തിരക്കുകളൊക്കെ ആവുകയാണ്. ഒക്കെ അടുത്തടുത്ത് വന്നു തുടങ്ങി. അപ്പോൾ ഇനി അതിൻ്റെ ഉത്സവത്തിൻ്റെ തിരക്കുകളായി. അങ്ങനെ സരസ്വതി ദേവീനെയും പ്രാർത്ഥിച്ച് നമ്മൾ വരുമ്പോൾ ഗണേശൻ്റെ ചെറിയ ആ വിഗ്രഹം കാണാം. അങ്ങനെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് നമുക്ക് ആ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമന രൂപത്തെയും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തെയും ഒക്കെ കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വന്ന് കാണുക. അവിടെ വന്നാലോ ധാരാളം മാലകളുണ്ട്, താമരമാലകളൊക്കെ ധാരാളമുണ്ട്, തുളസി മാലകളൊക്കെ. അങ്ങനെ അവിടെ തൊഴുതതിന് ശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് ശ്രീരാമനെയും ബലരാമനെയും ഭാർഗവരാമനെയും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് ആ മുരുകൻ്റെ അവിടെയും വന്ന് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് മാലകളൊന്നും കാണാനില്ല, ധാരാളം കുങ്കുമം കാണാനുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വരിക. ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. ഓവിൻ്റെ അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ താമരക്കണ്ണനെ കുറച്ച് പടിഞ്ഞാട്ട് മാറി നിന്ന് ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനോട് എന്ത് പ്രാർത്ഥിച്ചാലും തരുന്നതാണ്. അപ്പോൾ എന്താ വേണ്ടിച്ച പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മളിങ്ങനെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം ഇങ്ങനെ കാണാം. കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ ആ നൃത്താറയിലേക്കും അതേപോലെ നൃത്താറയിൽ അങ്ങനെ കിടാവിളക്ക് കത്തി നിൽക്കുകയാണ്. അങ്ങനെ നോക്കിയാൽ ആ മണിക്കിണർ നോക്കി തൊഴാം. പിന്നെ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ വസുദേവരെയും ആ മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് വന്നാൽ നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ എത്തുന്ന ചന്ദനം തീർത്ഥമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങാം. വാഗച്ചാർത്ത് കഴിഞ്ഞാൽ തീർത്ഥമൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം. അതിനുശേഷം എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് അങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കാട്ടോ. അങ്ങനെ വന്ന് ഭഗവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ മുഖമൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അമ്മ ഇന്ന് വളരെ അതീവ സുന്ദരിയായിട്ട് തന്നെയാണ് ഇരിക്കണത്. നല്ല പട്ടൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്ത് കണ്ണെഴുതി പൊട്ട് തൊട്ട് എന്തൊരു രസമാണെന്നറിയോ, നല്ല രസമായിട്ടുണ്ട്. നല്ലൊരു ഉണ്ണിയമ്മയാണ്, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ ഇങ്ങനെ കണ്ട് തൊഴാം. എല്ലാവരും പ്രാർത്ഥിക്കാം. ധാരാളം പൂക്കളുണ്ട്, നല്ല ചുവന്ന തെച്ചിമാലകൾ ധാരാളമുണ്ട്. ആ ശിവേലി വിഗ്രഹത്തിൻ്റെ മുകളിലുണ്ട് മാലകൾ. നല്ല രസമായിട്ടുള്ള ആ കാഴ്ച കേട്ടോ. അപ്പോൾ അമ്മ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത്ത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിൽ എത്തിയിട്ട് മമ്മിയൂരപ്പനെ അങ്ങനെ മനസ്സിൽ വിചാരിക്കുക.
എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം മനസ്സിൽ ചൊല്ലിയിട്ട് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുക. ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് അങ്ങനെ വരിക. അങ്ങനെ വരുമ്പോൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ എത്തിയിട്ട് വീണ്ടും നമുക്ക് ആ വേണുഗോപാലിനെ മുരളീധരനെ ഒന്നുകൂടി കാണാം. കണ്ട് തൊഴുത് നേരെ നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് നമസ്കരിക്കാൻ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണു. അത് കഴിഞ്ഞാൽ നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് നോക്കിയാൽ ഒന്നിങ്ങനെ മുഖം മാത്രമാണ് അലങ്കരിച്ചിട്ടുള്ളൂ. ആ കളഭം കൊണ്ടിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ കഴുത്തിൽ വലിയ നല്ലൊരു കാശുമാല പോലത്തെ മാല ഉണ്ട്. പിന്നെ ചെറിയൊരു മാലയുണ്ട്. കാതിൽ ചെവിപ്പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അയ്യപ്പസ്വാമിയുടെ ആ ഒരു അവസ്ഥയാണ് അവിടെ. ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ നടയിലുള്ള വേണുഗോപാലിനെയും കണ്ട് തൊഴുത് കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ട് ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അങ്ങനെ പടിഞ്ഞാറ നടയിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നമ്മളെ രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിന് നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ ഒന്ന് കണ്ട് തൊഴുത് നാരായണാലയത്തിൽ വന്ന് പൂന്താനം പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ ആ വിഗ്രഹം കാണാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ഭഗവതിയുടെ അവിടെ വന്ന് തൊഴാം. പിന്നെ വീണ്ടും നമ്മൾ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ എത്തി നോക്കിയാൽ ആ പ്രകാശം ഇങ്ങനെ കാണാം. നല്ല രസമായിട്ട് നമ്മൾ അവിടുന്ന് കണ്ടതുകൊണ്ട് ഇന്ന ആളാണെന്ന് മനസ്സിലായി നമുക്ക്. അവിടെ ഇരിക്കുന്നത് എന്താ പറയുക, ഉണ്ണിക്കണ്ണനാണ്, മുരളീധരനാണ്, വേണുഗോപാലനാണെന്ന് നമുക്കിങ്ങനെ മനസ്സിലായപ്പോൾ ആ രൂപം മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മളിങ്ങനെ തെക്കേ നടയിലേക്ക് വരുമ്പോൾ ആ കൂവളത്തെ കാണാം. കൂവളമരത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ മഹാദേവനെയും പാർവതീദേവിനെയും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ അവരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. നമുക്ക് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും, അതേപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ആ ചൈതന്യം നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ആ ഗുരുവായൂരപ്പൻ കാത്തു നിൽക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതുപോലെ അസുഖങ്ങളൊക്കെ മാറട്ടെ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.